ഒടുവിൽ നേവി കരസേന അർജുനെ കണ്ടെത്തുന്നതിൽ പരാജയപ്പെട്ട് എല്ലാം കഴിഞ്ഞാണ് നമ്മുടെ സൈന്യത്തെ വിളിക്കുന്നത്. അങ്ങനെ നമ്മുടെ ധീര പട്ടാളക്കാർ വന്നപ്പോൾ അവരെ കളിയാക്കി. കയ്യിലൊന്നുമില്ലേ, ഒരു തൂമ്പെങ്കിലും കൊണ്ടുവരാമായിരുന്നില്ലേ? ഇപ്പോൾ അർജുന്റെ ലോറി കണ്ടെത്തിയത് ഇന്ത്യൻ പട്ടാളമാണ്. നേവിയുടെ മുങ്ങൽ സംഘം ജീവൻ വില കൊടുത്തും 15 മീറ്റർ ആഴത്തിൽ അങ്കോലപ്പുഴയിൽ ജോലി ചെയ്യുന്നു. അങ്കോലയിൽ തിരച്ചിലിനിടെ അർജുന്റെ ലോറി കണ്ടെത്തിയ സാഹചര്യത്തിലും പ്രദേശത്തെ തിരച്ചിൽ ദുഷ്കരമാക്കിക്കൊണ്ട് കാലാവസ്ഥ പ്രതികൂലമാവുകയാണ്. മഴ ഇവിടെ അതിശക്തമാകുന്നു. ഇതുകൂടാതെ നദിയിലെ അടിയൊഴുക്കും ശക്തമായി തന്നെ തുടരുകയാണ്. പ്രദേശത്ത് വെളിച്ചം കുറവായതിനാലും ഇരുട്ട് മൂലം ഇപ്പോൾ ഇന്ത്യൻ സൈന്യം കരയ്ക്ക് കയറി. ഇങ്ങനെ കരയ്ക്ക് കയറിയതിനും അവരെ ഇനി തെറി പറയരുത്. കാരണം വെളിച്ചമെങ്കിലും അവിടെ തിരയാൻ ഏർപ്പാട് ചെയ്യേണ്ടത് സംസ്ഥാന അധികാരികളാണ്. നമ്മളൊന്ന് ഓർക്കണം, 2018 മഹാപ്രളയം അന്ന് രാത്രി ഇന്നത്തെ മന്ത്രി സജി ചെറിയാൻ രാത്രി കിടന്ന് അലറിക്കരഞ്ഞു. സൈന്യത്തെ വിളിക്കൂ. സജി ചെറിയാൻ വലിയ ശബ്ദത്തിൽ നിലവിളിച്ചു. ആയിരങ്ങൾ പതിനായിരങ്ങൾ വെള്ളത്തിനടിയിലാണ്, സൈന്യം ഉടൻ വരണം. എന്നിട്ട് എന്തുണ്ടായി? പിണറായി സൈന്യത്തെ വിളിച്ചില്ല. വെള്ളത്തിനടിയിലായവരെ രക്ഷിക്കാൻ കേരള സർക്കാരിൻ്റെ കയ്യിൽ ഒന്നുമില്ലായിരുന്നു. 450 പേരാണ് മരിച്ചത്. 2-3 ദിവസം കഴിഞ്ഞിട്ടും സൈന്യം ഇതെല്ലാം കണ്ട് നിസ്സഹായരായി നിന്നു. കാരണം സൈന്യം ഇറങ്ങണമെങ്കിൽ സംസ്ഥാനം പറയണം, അല്ലെങ്കിൽ രാഷ്ട്രപതി ഭരണം വരണം. അന്ന് പിണറായി സൈന്യത്തെ നേരത്തെ വിളിച്ചിരുന്നുവെങ്കിൽ 100 കണക്കിന് അർജുന്മാരെ രക്ഷിക്കാമായിരുന്നു. സജി ചെറിയാന്റെ നിലവിളി കേട്ടായിരുന്നുവെങ്കിൽ മരണങ്ങൾ കുറയ്ക്കാമായിരുന്നു. അങ്ങനെ അന്നും ഇപ്പോൾ ശിരൂരിലെ പോലെ 4ാമത്തെ ദിവസമാണ് കേരളത്തിൽ സൈന്യം വന്നത്. അവർ ഹെലികോപ്റ്ററും ബോട്ടും സർവ്വസന്നാഹവുമായി ജനത്തെ രക്ഷിച്ചു. സൈന്യം വന്നതിന് ശേഷം ഒരു മരണം പോലും ഉണ്ടായില്ല. എന്നാൽ അവർ വരും മുൻപുള്ള 3 ദിവസം 450 പേരെയാണ് ഡാം തുറന്നുവിട്ട് പച്ചക്കില്ലാതെയാക്കിയത്. ഇപ്പോൾ സമാനമായ സംഭവമാണ് ശിരൂരിൽ നടക്കുന്നത്. അന്ന് പിണറായി എങ്കിൽ ഇന്ന് സിദ്ധരാമയ്യ എന്നേ ഉള്ളൂ. പാർട്ടി ഏതായാലെന്ത്, ഭരണം ആരുടേതായാലെന്ത്, മനുഷ്യർ രക്ഷപ്പെടണം. ഇപ്പോൾ അങ്കോലയിൽ തിരച്ചിലിനിടെ അർജുന്റെ ലോറി കണ്ടെത്തിയ സാഹചര്യത്തിലും നദിയിലെ കുത്തൊഴുക്ക് രക്ഷാപ്രവർത്തകരെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധിയാകുന്നുണ്ട്. രാത്രിയും തിരച്ചിൽ തുടരുമെന്ന് അധികൃതർ പറയുന്നുണ്ടെങ്കിലും കാലാവസ്ഥ പ്രതികൂലമാകുന്ന ഈ സാഹചര്യത്തിൽ ഏത് രീതിയിൽ തിരച്ചിലുമായി മുന്നോട്ട് പോകാനാകും എന്നതിൽ അവർക്ക് സംശയം തന്നെ പ്രകടിപ്പിക്കുന്നുണ്ട്. 3 ലോറികൾ സ്ഥലത്ത് നിന്ന് ഒഴുകിപ്പോയിട്ടുണ്ട്. കോസ്റ്റ് ഗാർഡിന്റെ ഹെലികോപ്റ്റർ അല്പസമയത്തിനകം തന്നെ ഈ സ്ഥലത്തെത്തുമെന്ന് തന്നെയാണ് വിവരങ്ങൾ. നേവിയുടെ സ്കൂബ ഡൈവിംഗും ഈ സംഭവ സ്ഥലത്തെത്തും. അതേസമയം വൻ സന്നാഹത്തോടെ തന്നെയാണ് ഇന്ത്യൻ പട്ടാളം ഇവിടെ വന്നിരിക്കുന്നതെന്ന് ഓർക്കണം. ഇനി പറയുന്ന ഒരു കാര്യം പ്രേക്ഷകർ പ്രത്യേകം ശ്രദ്ധിക്കണം. കരയിലെ മണ്ണ് നീക്കം ചെയ്ത് നദിയിലേക്ക് തള്ളി. ഇങ്ങനെ കരയിലെ മണ്ണ് നദിയിലേക്ക് തള്ളിയത് അർജുന്റെ ലോറിയുടെ മുകളിലേക്കായിരുന്നു എന്നതും പുറത്തു വരുന്നു. അതായത് കരയിൽ നടത്തിയ തിരച്ചിലിൽ ഇടിച്ചു വീണ മണ്ണ് നീക്കം ചെയ്തപ്പോൾ നദിയിലേക്ക് പതിച്ചു. ഇത് അർജുന്റെ ലോറിയിൽ വീണ് വീണ്ടും ലോറി അഗാധത്തിലേക്ക് പോയി. തുടക്കം മുതൽ ഒരു ജീവൻ രക്ഷിക്കുന്നതിൽ വിപരീത ദിശയിലായിരുന്നു കർണാടക ഉദ്യോഗസ്ഥർ പ്രവർത്തിച്ചത്. എന്നിട്ട് അവർ കേരളത്തെ ചുമ്മാ കുറ്റം പറയുകയാണ്. GPS ലൊക്കേഷൻ അവസാനമായി പ്രവർത്തിച്ചത് ജൂലൈ 16 രാവിലെ 8:49. 8:30 മണ്ണിടിച്ചിലുണ്ടായത് എന്നാണ് റിപ്പോർട്ടുകൾ വന്നത്. ഈ സമയത്തിൽ ചെറിയ വ്യത്യാസമുണ്ടാകാം. എങ്കിലും ഇതുപ്രകാരം മണ്ണിടിച്ചിലുണ്ടായി ഏകദേശം 19 മിനിറ്റുകൾക്കകം ലോറിയുടെ GPS പ്രവർത്തനരഹിതമാണ്. അർജുന്റെ ലോറിയുടെ ലൊക്കേഷൻ അവസാനമായി GPS-ൽ കാണിക്കുന്നത് ശിരൂരിൽ തന്നെയാണ്. വണ്ടി ശിരൂരിൽ ഓഫ്ലൈനായി എന്ന് സൂചിപ്പിക്കുന്ന റെഡ് സിഗ്നലാണ് GPS മാപ്പിൽ അതിനുശേഷം കാണിക്കുന്നത്. എന്തായാലും അർജുന ലോറിയിൽ ഉണ്ടാകരുത്, അവൻ നീന്തി എവിടെയെങ്കിലും രക്ഷപ്പെട്ടു എന്ന അത്ഭുത വാർത്ത നമുക്ക് കേൾക്കാൻ കാതോർക്കാം. അത്ഭുതങ്ങളൊക്കെ സംഭവിക്കാനുള്ളതാണ് എന്നും കരുതുക. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.